നാളെ നവംബർ 5th ഫുൾ മൂൺ ഡേ ആണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഫുൾ മൂൺ ഡേ ഇസ് സച്ച് എ പവർഫുൾ ഡേ. എനർജറ്റിക്കലി മാനിഫെസ്റ്റ് ഒക്കെ ചെയ്യാൻ, നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ അട്രാക്റ്റ് ചെയ്യാൻ, ക്ലെൻസ് ചെയ്യാൻ, ഹീൽ ചെയ്യാൻ, നമ്മൾ സ്വയം റീകണക്ട് ചെയ്യാൻ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള ഒരു ഡേ ആണ്. ബട്ട് ഇതൊരു ഫുൾ മൂൺ മാനിഫെസ്റ്റേഷൻ വീഡിയോ അല്ല. ബട്ട് ഇത് നിങ്ങൾക്ക് ഫുൾ മൂൺ ഡേയിലും ചെയ്യാം, ഓർ ഏത് ദിവസം വേണമെന്നുണ്ടെങ്കിലും ചെയ്യാം. എപ്പോഴാണോ നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹവുമായി റീകണക്ട് ചെയ്യാൻ തോന്നുന്നത്. ബട്ട് യെസ്, ഫുൾ മൂൺ ഡേ ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി ഒരു സ്ട്രോങ് എനർജി നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. സോ നിങ്ങൾ നിങ്ങളുടെ ഒരൊറ്റ ആഗ്രഹം എടുക്കാം. നിങ്ങൾക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരിക്കണം, അത് നിങ്ങൾക്ക് ജേർണലിൽ എഴുതാം. ബട്ട് ഈ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഒരേ ഒരു ആഗ്രഹം, ഫസ്റ്റ് സ്റ്റെപ്പ്, നിങ്ങൾ ഒരു പേപ്പറിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ജേർണലിലോ ഒരു ഫ്രഷ് പേജിൽ സെൻറ്ററിലായിട്ട് എഴുതി വെക്കാം നിങ്ങളുടെ ആ ആഗ്രഹം മാത്രം. ലൈക്ക് മൈ ഡ്രീം ജോബ്, മൈ ഡ്രീം കമ്പനി, മൈ ഡ്രീം റിലേഷൻഷിപ്പ്. നല്ല ഭംഗിയായിട്ട് എഴുതി വെക്കുക. റിമെമ്പർ, റൈറ്റ് ഇറ്റ് ഡൗൺ. ഡോണ്ട് ഡിപ്പെൻഡ് ഓൺ യുവർ മൈൻഡ് ബിക്കോസ് ഇറ്റ് ക്യാൻ ഫർഗെറ്റ് എനി ടൈം. മനസ്സിൽ സൂക്ഷിച്ചു വെക്കാൻ നോക്കരുത്. ഞാൻ മനസ്സിൽ വിചാരിച്ചോളാം, എനിക്കത് മതി. നോ, യു നീഡ് ടു റൈറ്റ് ഇറ്റ് ഡൗൺ. എഴുതി വെക്കുക. സ്റ്റെപ്പ് നമ്പർ 2, നിങ്ങൾക്ക് ഇതുവരെ ആ ആഗ്രഹത്തെ പറ്റി ഉള്ള ചിന്തകൾ എന്തൊക്കെയാണ്, ഫീലിങ്സ് എന്തൊക്കെയാണ്, എനർജീസ് എന്താണ്, ആ ഒരു കാര്യത്തെ പറ്റി നിങ്ങളുടെ ഒരു ബിലീഫ് എന്താണ്. അത് പ്രോബബ്ലി നിങ്ങളുടെ ആ ആഗ്രഹത്തെ ബ്ലോക്ക് ചെയ്യാൻ സാധ്യതയുള്ള കാര്യങ്ങളാണെങ്കിൽ അത് കംപ്ലീറ്റ്ലി വിട്ടേക്കാം. ലെറ്റ് ദം ഗോ ആൻഡ് ലെറ്റ് സ്റ്റാർട്ട് ഫ്രഷ്. നമ്പർ 3, ഈ ഒരു ആഗ്രഹത്തിന് വേണ്ടി നിങ്ങൾക്ക് എന്ത് ആക്ഷനാണ് ഈ സമയം കൊടുക്കാൻ സാധിക്കാം. സോ ചില ആളുകൾക്ക് നിങ്ങളുടെ ആഗ്രഹം എവിടുന്ന് തുടങ്ങണമെന്ന് യാതൊരു ഐഡിയ ഉണ്ടാവില്ല. സോ അങ്ങനത്തെ ആളുകൾ ആ ഒരു ആഗ്രഹത്തെ പറ്റി കൂടുതൽ റിസർച്ച് ചെയ്യുക, പഠിക്കുക. നിങ്ങൾക്ക് അതിനെ പറ്റിയിട്ട് അറിയാത്ത നോളജ് ഉണ്ടെങ്കിൽ അതൊക്കെ ഷാർപ്പെയിൻ ചെയ്യുക. അതാണ് നിങ്ങൾ എടുക്കേണ്ട ആക്ഷൻ. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് ആക്ഷൻ എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റേജിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ, what are you waiting for? Take action every single day without any expectation. You just focus on your action. ഇനി നിങ്ങൾക്ക് അതിനു വേണ്ടിയിട്ട് ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്തു. ഇനി നിങ്ങളുടെ കയ്യിലല്ല, നിങ്ങൾക്ക് അതിലൊന്നും ചെയ്യാനില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ കൺട്രോളിലല്ല ആ ഒരു കാര്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ കൊടുക്കേണ്ട ആക്ഷൻ എന്താണ്? ഡിറ്റാച്ച്മെന്റ്. ഡിറ്റാച്ച്മെന്റ്. യെസ്, ആ ഒരു കാര്യത്തിന് ഒരു സ്പേസ് കൊടുക്കുക. നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ആഗ്രഹത്തിൽ നിന്നല്ല ഡിറ്റാച്ച്ഡ് ആവുന്നത്, ആ ഒരു കാര്യത്തിനോടുള്ള കറന്റ് ഇമോഷനിൽ നിന്നാണ് നിങ്ങൾ ഡിറ്റാച്ച്ഡ് ആവുന്നത്. നിങ്ങൾ ആ ഒരു എക്സ്പെക്ടേഷൻ നിന്നാണ് ഡിറ്റാച്ച്ഡ് ആവുന്നത്. ആൻഡ് നിങ്ങൾ സ്പേസ് കൊടുക്കുകയാണ്. സ്പേസ് കൊടുക്കുന്നത് എങ്ങനെയാണ്? നിങ്ങൾ വേറെ എന്തെങ്കിലുമൊക്കെ കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യാം. അതിന് കംപ്ലീറ്റ്ലി അതിൻ്റെ പണി ചെയ്യാനുള്ള ഒരു ടൈം കൊടുക്കുക. ഒരു ഡിവൈൻ പ്രോസസ് ഓർ ഓരോന്നിനും നടക്കേണ്ടതായിട്ടുള്ള ഒരു ടൈം വേണം. ഓരോന്നിനും അത് ഉണ്ടായി വരാനുള്ള ഒരു ടൈം വേണം. സോ നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങളുടെ കൺട്രോളല്ല കാര്യങ്ങൾ, നിങ്ങൾക്കതിൽ ഒന്നും ചെയ്യാനില്ല എന്നുണ്ടെങ്കിൽ ഡിറ്റാച്ച് ആവുക ആ ഒരു കാര്യത്തിൽ നിന്ന്. ഒരു അൺഹെൽത്തി ഇമോഷൻസും ഒരു ഡെസ്പറേറ്റ് ആയിട്ടുള്ള ഇമോഷൻസും അതിലേക്ക് കൊടുക്കാതിരിക്കുക. വെരി ഇമ്പോർട്ടൻറ്റ്. അതാണ് നിങ്ങൾ കൊടുക്കേണ്ട ആക്ഷൻ. അത്രേ ഉള്ളൂ. ആൻഡ് ട്രസ്റ്റ്, ഇറ്റ് ഈസ് ഓൾറെഡി ഇൻ യുവർ ലൈഫ്. It is already yours. I'm not asking you to fake it that, yeah, it is already mine, but I don't have it in my life right now. ആ ഒരു കാര്യം ശരിക്കും നിങ്ങളുടെ ലൈഫിൽ ഉണ്ട്. നിങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ 3 ആക്ഷനിൽ ഓൾറെഡി എൻഗേജ്ഡ് ആണെന്നുണ്ടെങ്കിൽ that is already yours. Let me explain this. നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹത്തെ പറ്റി ഓൾറെഡി റിസർച്ച് ചെയ്യാൻ തുടങ്ങി, അതിനെപ്പറ്റി പഠിക്കാൻ തുടങ്ങി. നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. അത് ഓൾറെഡി നിങ്ങളുടെ ലൈഫിലുണ്ട്. നിങ്ങൾ ഇനീഷ്യേറ്റ് ചെയ്തു. നിങ്ങൾ ആ കാര്യത്തെ പറ്റി ചിന്തിക്കാൻ തുടങ്ങി, പഠിക്കാൻ തുടങ്ങി, റിസർച്ച് ചെയ്യാൻ തുടങ്ങി, അതിൽ ആക്ഷൻ എടുക്കാൻ തുടങ്ങി. ആ ഒരു കാര്യത്തിൽ നിന്ന് ഡിറ്റാച്ച്മെന്റ് ആയി. അതെല്ലാം റിഫ്ലക്ട് ചെയ്യുന്നത് അത് ഓൾറെഡി നിങ്ങളുടെ ലൈഫിലുണ്ട്. നിങ്ങൾ അതിൽ എൻഗേജ്ഡ് ആയി. റൈറ്റ്? സോ ട്രസ്റ്റ്, ഇറ്റ് ഈസ് ഓൾറെഡി യോഴ്സ്. യു ആർ വർക്കിംഗ് ഫോർ ദാറ്റ്. However, if it is detachment, if you're working on it, if you are researching on it, whatever, it is already in your life. You're not faking it, right? So വരുന്ന 21 days എപ്പോഴാണോ നിങ്ങളിത് ചെയ്യുന്നത്, അടുത്തൊരു 21 days നിങ്ങളിത് ഓരോ ദിവസവും ചെയ്യുക. എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ ജസ്റ്റ് ആക്ഷൻ എടുക്കുക. വെറുതെ എഴുതി വെച്ച് ഇറ്റ് ഈസ് ഓൾറെഡി മൈൻ എന്ന് പറഞ്ഞാൽ വിതൗട്ട് ആക്ഷൻ യൂണിവേഴ്സ് അത് നിങ്ങളുടെ വീട്ടിൽ കൊണ്ട് തരില്ല. ടിങ് ടോങ്.
ദേ നിങ്ങൾക്കൊരു സാധനം വന്നിട്ടുണ്ട്, നിങ്ങൾ ആഗ്രഹിച്ചൊരു കാര്യം ഡെലിവർ ചെയ്യാൻ വേണ്ടി വന്നതാണ്. നോ, യൂണിവേഴ്സ് വോണ്ട് വർക്ക് ലൈക്ക് ദാറ്റ്. സോറി. സോ യു നീഡ് ടു ടേക്ക് ആക്ഷൻ. ഈ 3 ആക്ഷനിൽ ഏത് ആക്ഷനാണ് എടുക്കേണ്ടതെന്നുള്ളതാണ് നിങ്ങൾ തീരുമാനിക്കേണ്ടത്. സോ ഗൈസ്, ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം ആൻഡ് ലെറ്റ് മീ നോ നിങ്ങളുടെ ആഗ്രഹം എങ്ങനെ നിങ്ങൾക്ക് വർക്ക് ആയിട്ടുണ്ടെന്നുള്ളത്. ചൂസ് ഓൺലി വൺ വിഷ്. ഓക്കെ, നിങ്ങളുടെ അത്ര പ്രയോറിറ്റി കൊടുക്കേണ്ട ഒരു ആഗ്രഹം മാത്രം ചൂസ് ചെയ്യുക. സോ ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. ഫോളോ മീ ഫോർ മോർ.